മുസ്ലിം അല്ലെങ്കിൽ പോലും അയാളെ ഏൽപ്പിക്കാം. പണ്ഡിതന്മാർ പറഞ്ഞിട്ടുണ്ട് എന്നല്ലേ പറഞ്ഞു, പണ്ഡിതന്മാർ പറഞ്ഞതാണ് ഈ വായിക്കുന്നത്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. സ്നേഹാദരണീയരായ സുഹൃത്തുക്കളെ, സഹോദരങ്ങളെ, കാന്തപുരത്തിന്റെ പുതിയ ഫത്വ നിങ്ങൾ കേട്ടുവല്ലോ. സംഘടിതമായി സക്കാത്ത് നൽകുന്നത് ഇസ്ലാമികമല്ല എന്നാണ് കാന്തപുരം തട്ടിവിട്ടിട്ടുള്ളത്. മാത്രമല്ല അദ്ദേഹം പറയാണ്, സക്കാത്ത് എങ്ങനെയാണ് വിതരണം ചെയ്യേണ്ടത് എന്ന് പൂർവികരായ ഇസ്ലാമിക കർമ്മശാസ്ത്ര പണ്ഡിതന്മാര് പഠിപ്പിച്ചിട്ടുണ്ട് എന്നുമാണ് കാന്തപുരം പറഞ്ഞിരിക്കുന്നത്. ഈ ഒരു പ്രസ്താവന ഏറെ വിവാദമായി കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യത്തിലൂടെയാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ഏതാണെങ്കിലും നമുക്ക് പരിശോധിക്കാം. പൂർവികരായ കർമ്മശാസ്ത്ര പണ്ഡിതന്മാർ സക്കാത്ത് നൽകുന്നതുമായി ബന്ധപ്പെട്ട് എന്താണ് പറഞ്ഞത് എന്നും കാന്തപുരം ഇപ്പോൾ പറഞ്ഞിട്ടുള്ള ഈ സംഗതി അതല്ലെങ്കിൽ ഈ പ്രസ്താവന എത്രമാത്രം പ്രാമാണികമാണ് എന്നുമൊക്കെ നമുക്ക് പരിശോധിക്കേണ്ടതുണ്ട്. അതുകൊണ്ട് ഈ ഒരു സംസാരത്തിലേക്ക് നിങ്ങളെ എല്ലാവരെയും സ്വാഗതം ചെയ്യുകയാണ്. حتى يتبين لهم أنه الحق. സഹോദരങ്ങളെ, നമുക്ക് കിതാബുകളിലേക്ക് പോകുന്നതിന് മുമ്പ് എന്താണ് കാന്തപുരം പറഞ്ഞത് എന്ന് ആദ്യം ഒന്ന് കേൾക്കാം. അദ്ദേഹത്തിന്റെ സംസാരം നിങ്ങളൊന്ന് കേൾക്കൂ. സംഘടിതമായ ഈ സക്കാത്ത് വിതരണത്തിൽ നിരവധി അപകടങ്ങൾ സംഭവിക്കാറുണ്ട്. അതുകൊണ്ട് ആ നിലയിലുള്ള ഒരു സക്കാത്ത് കമ്മിറ്റി ഉണ്ടാക്കിയത് കൊണ്ടൊന്നും സക്കാത്തായി വീടുകയില്ല എന്ന് നാം പലപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്നതാണ്. കേട്ടില്ലേ സഹോദരങ്ങളെ? ഇയാൾ പറയുന്നത് കേട്ടാൽ തോന്നും ഇയാളും ഇയാളുടെ അനുയായികളും ഒക്കെ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും ഇസ്ലാമികമാണ്, എല്ലാം പ്രാമാണികമായ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ മാത്രമേ ഇവർ ചെയ്യുള്ളൂ എന്നാ തോന്നുക. ഇതിലും വലിയ കോമഡിഞ്ഞ് വേറെന്താ ഉള്ളത്? ഷിർക്കും അന്ധവിശ്വാസങ്ങളും ഖുറാഫാത്തും ഒക്കെ വേണ്ടുവോളം ചെയ്യുകയും അതുകൊണ്ട് ഉടുക്കുകയും പുതക്കുകയും ജനങ്ങളെ പറ്റിക്കുകയും ഒക്കെ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ടീമാണ് ഒരു വിഭാഗം ആളുകൾ സക്കാത്ത് ജനങ്ങളിൽ നിന്ന് ശേഖരിച്ച് അത് അർഹരായ ആളുകൾക്ക് വിതരണം ചെയ്യുന്ന സംവിധാനത്തെ അത് ഇസ്ലാമികമല്ല, അത് ഇസ്ലാമികമായി തെറ്റാണ്, ഹറാമാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഫത്വ ഇറക്കുന്നത്. ഏതാണെങ്കിലും നമുക്ക് പരിശോധിക്കാം. നിങ്ങൾ പറഞ്ഞത് എന്താണ്? പണ്ഡിതന്മാർ, ഇസ്ലാമിക കർമ്മശാസ്ത്ര പണ്ഡിതന്മാർ ഈ വിഷയം കൈകാര്യം ചെയ്തിട്ടുണ്ട് എന്നല്ലേ? അതല്ലേ കാന്തപുരം പറഞ്ഞത്? അതും കൂടെ ഒന്ന് കേട്ടു നോക്കൂ. മഹാന്മാരായ പണ്ഡിതന്മാർ നമുക്ക് വിവരിച്ചു തന്നിട്ടുണ്ട്. സക്കാത്ത് എങ്ങനെ കൊടുക്കണം, എങ്ങനെയാണ് ഇതിന്റെ വിനിയോഗം, എപ്പോഴാണ്, ആരൊക്കെയാണ്, എന്തിനൊക്കെയാണ് എന്ന് വിവരിച്ചു തന്നിട്ടുണ്ട്. അപ്പൊ ഇസ്ലാമിക കർമ്മശാസ്ത്ര പണ്ഡിതന്മാര് ഈ വിഷയം കൈകാര്യം ചെയ്തിട്ടുണ്ട്, ആർക്കൊക്കെയാണ് നൽകേണ്ടത് എന്ന് അവർ പറഞ്ഞിട്ടുണ്ട് എന്നാണ്. പരിശോധിക്കാം. നിങ്ങൾ ഏതാണെങ്കിലും കിതാബിലുള്ളത് ജനങ്ങളോട് പറയൂല. നിങ്ങൾക്ക് പറ്റാത്തതിനെ നിങ്ങൾ എതിർക്കുകയും തള്ളിപ്പറയുകയും ഒക്കെ ചെയ്യും. അതാണല്ലോ നിങ്ങളുടെ ദീന്. ഏതാണെങ്കിലും നിങ്ങൾ ഷാഫിഈ മദ്ഹബ് അംഗീകരിക്കുന്ന ആളുകളാണല്ലോ. ഷാഫിഈ ഫിഖ്ഹുകളിൽ ഈ വിഷയം എങ്ങനെയാണ് കൈകാര്യം ചെയ്തിട്ടുള്ളത്, പണ്ഡിതന്മാർ എന്താണ് അതിനെ സംബന്ധിച്ച് പറഞ്ഞിട്ടുള്ളത് എന്ന് നമുക്ക് പരിശോധിക്കാം. നിങ്ങൾ ഈ കാണുന്നത് ഷറഹുൽ മുഹദ്ദബാണ്. ഷാഫിഈ മദ്ഹബുകാർക്ക് പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ലല്ലോ. ഷാഫിഈ മദ്ഹബിലെ വളരെ പ്രാമാണികമായ ആധികാരികമായ കിതാബാണ് ഇമാം നവവി റഹ്മത്തുള്ളയുടെ ഷറഹുൽ മുഹദ്ദബ്. ഇമാം ഷിറാസിയുടെ ഗ്രന്ഥത്തിനുള്ള വിശദീകരണ ഗ്രന്ഥമാണ്. ഇതാ നിങ്ങൾ ശരിക്കും നോക്കൂ. ഖാലൽ മുസന്നിഫു റഹിമഹുല്ലാഹു തആല, അതായത് ഇമാം ഷിറാസി പറയുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ഇമാം നവവി റഹിമഹുല്ല പറയാണ് എങ്ങനെയൊക്കെയാണ് സക്കാത്ത് കൊടുക്കേണ്ടത്, അത് എങ്ങനെ വിതരണം ചെയ്യാം. യജൂസു ലിറബ്ബിൽ മാലി അൻ യുഫർരിഖ സക്കാത്തൽ അംവാലിൽ ബാത്തിന ബിനഫ്സിഹി, അതായത് സക്കാത്ത് നൽകുന്നവൻ, സക്കാത്ത് നൽകേണ്ട ആ ഉടമസ്ഥൻ അതല്ലെങ്കിൽ സമ്പത്തിന്റെ ഉടമസ്ഥനായ ആൾക്ക് അനുവദനീയമാണ് ആ സക്കാത്ത് വിതരണം ചെയ്യാം. എങ്ങനെ? ബിനഫ്സിഹി, അയാൾക്ക് സ്വന്തമായി അതിന്റെ അവകാശികൾക്ക് നേരിട്ട് സക്കാത്ത് കൊടുക്കാം. ഒന്നാമത്തെ സംഗതി. രണ്ടാമതായി പറയുന്നു വയജൂസു അൻ യുവക്കില മൻ യുഫർരിഖ്, വയജൂസു അയാൾക്ക് അനുവദനീയമാണ് അൻ യുവക്കില, അത് ഏൽപ്പിക്കാം, മൻ യുഫർരിഖ്, ആ സക്കാത്ത് വിതരണം ചെയ്യുന്ന ആളുകളെയോ അതല്ലെങ്കിൽ സംവിധാനങ്ങളെയോ വ്യക്തികളെയോ ഒക്കെ എന്റെ സക്കാത്ത് കൊടുക്കണം എന്ന് പറഞ്ഞുകൊണ്ട് അതിനെ ഏൽപ്പിക്കുന്നതും അനുവദനീയമാണ്. അപ്പൊ നമ്മുടെ സക്കാത്ത്, ഇപ്പൊ ഞാൻ സക്കാത്ത് നൽകണം, സക്കാത്ത് നൽകാൻ എനിക്ക് ബാധ്യത ഉണ്ട്. അപ്പൊ എന്റെ സക്കാത്ത് എനിക്ക് നേരിട്ട് നൽകാം.
ഇനി അതല്ലെങ്കിൽ എന്ത് ചെയ്യാം? എനിക്ക് ആ സക്കാത്ത് നൽകുന്നതിന് വേണ്ടി ഒരാളെയോ അതല്ലെങ്കിൽ ഏതാനും വ്യക്തികളെയോ അത് ഏൽപ്പിക്കുന്നത് അനുവദിക്കപ്പെട്ട കാര്യമാണ്. ലി അന്നഹു ഹഖ്ഖുമാലിൻ, അത് സാമ്പത്തികമായ ഒരു അവകാശമാണ്. അതുകൊണ്ട് തന്നെ ഫജാസ അൻ യുവക്കില ഫീ അദാഇഹി, അത് നൽകുന്നതിൽ, അത് വീട്ടുന്നതിൽ മറ്റൊരാളെ തൗക്കീൽ ചെയ്യുന്നത് അനുവദിക്കപ്പെട്ട കാര്യമാണ്. ഇനി മൂന്നാമതായി പറയുന്നു വയജൂസു അൻ യദ്ഫഅ ഇലൽ ഇമാമി, ഇനി ഒരു ഇസ്ലാമിക ഭരണ സംവിധാനമുള്ള നാടാണെങ്കിൽ ആ സക്കാത്ത് ഭരണാധികാരിയെ ഏൽപ്പിക്കാം, ഭരണാധികാരിക്ക് നൽകാം. ലി അന്നഹു നായിബുൻ അനിൽ ഫുഖറായി, കാരണം ദരിദ്രരുടെ പകരക്കാരനാണ് ആര്? ആ ഭരണാധികാരി. ഫജാസ ദഫ്ഉ ഇലൈഹി കവലിയിൽ യതീമി, യതീമിനെ സംരക്ഷിക്കുന്നവനെ പോലെ ഈ ഭരണാധികാരിക്ക് ആ സക്കാത്ത് നമുക്ക് ഏൽപ്പിക്കാം, അയാൾക്ക് അത് വിതരണം ചെയ്യുകയും ചെയ്യാം. അപ്പൊ എന്താണ് ശറഹുൽ മുഹദ്ദബിൽ ഇമാം നബവി റഹ്മത്തുള്ളാഹി പറയുന്നത്? 3 രൂപത്തിൽ സക്കാത്ത് നൽകുന്ന രീതിയെ കുറിച്ച് പറയാണ്. ഒന്നാമതായി പറയുന്നത് സമ്പന്നന് അത് നേരിട്ട് നൽകാം. രണ്ടാമതായി പറയുന്നു അത് ആരെയെങ്കിലും ഏൽപ്പിക്കാം, അത് അവകാശികൾക്ക് കൊടുത്തുവിട്ടാൻ ഒരാളെയോ ഒരു സംവിധാനത്തെയോ തൗക്കീൽ ചെയ്യാം, ഏൽപ്പിക്കാം. ഭരണാധികാരിക്കും അത് നൽകി ഭരണാധികാരിയെ അത് ഏൽപ്പിക്കുന്നതിനും വിരോധമില്ല. ഇതൊക്കെ ജായിസാണ്. എന്നിട്ടാണ് കാന്തപുരം പറയുന്നത് എന്ത്? അത് ഇസ്ലാമികമല്ല എന്ന്. എന്നാൽ ഏതാണ് അഫ്ളൽ എന്ന ചർച്ച ശാഫിഈ മദ്ഹബിൽ ഫുഖഹാക്കൾക്കിടയിലുണ്ട്. സ്വയം നൽകലാണോ അതല്ല മറ്റൊരാളെ ഏൽപ്പിക്കലാണോ മറ്റൊരു സംവിധാനത്തെ ഏൽപ്പിക്കലാണോ അഫ്ളൽ എന്ന ചർച്ചയുണ്ട്. ഇവിടെ അതല്ല ചർച്ച. ഇവിടെ കാന്തപുരം പറഞ്ഞിട്ടുള്ളത് ഏറ്റവും നല്ല കാര്യം ഇതാണ് എന്ന് പറയുകയാണെങ്കിൽ നമ്മൾ ഈ ചർച്ചയ്ക്ക് വരില്ല. മറിച്ച് സംഘടിതമായി സക്കാത്ത് നൽകുന്ന അതല്ലെങ്കിൽ അത് വിതരണം ചെയ്യുന്ന ഒരു സംവിധാനത്തെ ഏൽപ്പിക്കുന്നത് ഇസ്ലാമികമല്ല, ശരിയല്ല എന്ന് ഇയാൾ ഫത്വ കൊടുക്കുമ്പോൾ, എന്ന് ഇയാൾ ജനങ്ങളോട് പറയുമ്പോൾ, നിങ്ങൾ അംഗീകരിക്കുന്ന നിങ്ങളുടെ മദ്ഹബിൽപ്പെട്ട പണ്ഡിതന്മാരുടെ പിൻബലമെങ്കിലും നിങ്ങൾക്ക് അതിനുണ്ടോ? വിവരക്കേട് വിളിച്ചു പറയല്ലേ? ഇനിയും കേട്ടോ, നിങ്ങൾ ഈ കാണുന്നത് ഹാഷിയത്തുൽ ജമലാണ്. ഷാഫി മദ്ഹബുകാർക്ക് പരിചയമാണല്ലോ, ഞാൻ വിശദീകരിക്കേണ്ടതില്ല. ഷെയ്ഖ് സുലൈമാനുൽ ജമലിന്റെ കിതാബാണ്, സക്കരിയ അൽ അൻസാരിയുടെ കിതാബിനുള്ള ഹാഷിയത്താണ്. അതിൽ പറയുന്നു വലഹു വലൗ ബിവക്കീലിഹി അദാഉഹ, അതായത് ഈ സക്കാത്ത് അതൊരാളെ ഏൽപ്പിച്ചുകൊണ്ടും അത് നിർവഹിക്കാവുന്നതാണ്. ഒരാളെ എന്ത് ചെയ്യാൻ? നമ്മുടെ സക്കാത്ത് കൊടുക്കാൻ ഒരാളെ ഏൽപ്പിച്ച് ഇത് കൊടുക്കണം എന്ന് പറഞ്ഞ ഒരാളെ ഏൽപ്പിക്കാവുന്നതാണ്. എന്നിട്ട് അതിന്റെ വിശദീകരണത്തിൽ ഷെയ്ഖ് സുലൈമാനുൽ ജമലിന്റെ വിശദീകരണം അത് നിങ്ങളൊന്ന് ശരിക്ക് കാണൂ, നമ്മളെ അത്ഭുതപ്പെടുത്തുന്ന കാര്യമാണ്. അദ്ദേഹം വിശദീകരിക്കുകയാണ് ഐ വലഹു മഅൽ അദാഇ ബിനഫ്സിഹി ഫിൽ മാലൈനി അത്തൗക്കീലു ഫീഹി, സമ്പത്തിന്റെ ഉടമക്ക് അത് സ്വന്തം 2 ധനവും പരോക്ഷവും പ്രത്യക്ഷവുമായ ധനം, അയാളുടെ ധനത്തിലൊക്കെ അയാൾക്ക് സ്വന്തമായി നേരിട്ട് അത് നൽകുന്നത് പോലെ തന്നെ ആ സക്കാത്ത് നൽകാൻ മറ്റൊരാളെയോ മറ്റൊരു സംവിധാനത്തെയോ ഏൽപ്പിക്കലും അനുവദിക്കപ്പെട്ടതാണ്. ലി അന്നഹു ഹഖ്ഖുമാലിയുൻ, അത് സാമ്പത്തികമായ ഒരു അവകാശമാണ്. ഫജാസ അൻ യുവക്കില ഫീ അദായിഹി കദുയൂനിൽ ആദമിയീൻ, മനുഷ്യരുടെ കടബാധ്യത പോലെ തന്നെ ആ സക്കാത്ത് മറ്റൊരാളെ ഏൽപ്പിച്ചുകൊണ്ട് അത് നിർവഹിക്കാൻ നമുക്ക് ഏൽപ്പിക്കാവുന്നതാണ്, വക്കാലത്ത് നൽകാവുന്നതാണ്. അത് പറഞ്ഞിട്ട് അദ്ദേഹം പറയാണ് വശമില ഇത്ലാഖുഹു, ഈ പ്രയോഗം, അതായത് ഈ മുസന്നിഫ് നടത്തിയിട്ടുള്ള ഈ പ്രയോഗം ഉൾക്കൊള്ളുന്നുണ്ട്. എന്താ ഉൾക്കൊള്ളുന്നതെന്ന് അറിയോ? മാലൗ കാനൽ വക്കീലു കാഫിറൻ, നമ്മൾ ഏൽപ്പിക്കുന്ന ആള്, ഇപ്പൊ എന്റെ സക്കാത്ത് ഞാൻ ഒരാളെ ഏൽപ്പിക്കാണത് വീട്ടാൻ വേണ്ടി കൊടുക്കാൻ വേണ്ടിയെങ്കിൽ ആ ഏൽപ്പിക്കപ്പെടുന്ന ആള് കാഫിർ ആണെങ്കിൽ പോലും, മുസ്ലിം അല്ലെങ്കിൽ പോലും അയാളെ ഏൽപ്പിക്കാം. ഔ റഖീഖൻ, ഇനി അടിമയാകട്ടെ, ഔ സഫീഹൻ, ഇനി വിഡ്ഢിയാകട്ടെ, വസബിയൻ മുമയ്യിസൻ, അതല്ലെങ്കിൽ വകതിരിവുള്ള കുട്ടിയാകട്ടെ, ആരാണെങ്കിലും ഈ പറഞ്ഞ ആരാണെങ്കിലും അവരെ സക്കാത്ത്, എന്റെ സക്കാത്തോ അതല്ലെങ്കിൽ നിങ്ങളുടെ സക്കാത്തോ കൊടുക്കാൻ വേണ്ടി ഇന്ന ആൾക്ക് കൊടുക്കണം നിർണയിച്ചു കൊടുത്ത് അതൊന്ന് വിതരണം ചെയ്യാൻ അവരെ ഏൽപ്പിക്കുന്നത് കൊണ്ട് യാതൊരു വിരോധവുമില്ല, അത് ജായിസാണ് എന്ന് ഹാഷിയത്തുൽ ജമലിൽ സുലൈമാനുൽ ജമൽ രേഖപ്പെടുത്തി വെച്ചതാണ് നിങ്ങളെ ഞാനിപ്പോ കേൾപ്പിച്ചത്. ആലോചിച്ച് നോക്ക്, പണ്ഡിതന്മാർ പറഞ്ഞിട്ടുണ്ട് എന്നല്ലേ പറഞ്ഞു, പണ്ഡിതന്മാർ പറഞ്ഞതാണ് ഈ വായിക്കുന്നത്. വിശ്വസ്തരായ മുസ്ലിം സംഘടനകൾ അല്ലെങ്കിൽ സംവിധാനങ്ങൾ, ഏത് സംവിധാനമാകട്ടെ, വിശ്വസ്തരാണെങ്കിൽ അത്തരം മുസ്ലിമീങ്ങൾ ആ സക്കാത്ത് ശേഖരിക്കുകയും അത് അർഹരായ ആളുകൾക്ക് നൽകുകയും ചെയ്യുന്ന ഒരു സംവിധാനത്തെയാണ് ഇയാൾ പബ്ലിക്കായിട്ട് അത് ഇസ്ലാമികമല്ല, അത് ശരിയല്ല, അതൊക്കെ ഞങ്ങൾ പറയുന്നത് മാത്രമേ ശരിയുള്ളൂ എന്ന് യാതൊരു ഉളുപ്പുമില്ലാതെ വിവരക്കേട് വിളിച്ചു പറയാം. പ്രമാണങ്ങളുടെ ഒരു പിൻബലമില്ല.
സ്വന്തം പണ്ഡിതന്മാരുടെ പിൻബലം പോലും ഇല്ല. എന്നിട്ട് ജനങ്ങളെ പറ്റിക്കാൻ വേണ്ടി പറയാ, ഇമാമികളെ പറഞ്ഞിട്ടുണ്ട്, മുസ്ലിം പണ്ഡിതന്മാരെ പഠിപ്പിച്ചിട്ടുണ്ട്, പൂർവികര് പഠിപ്പിച്ചിട്ടുണ്ട്. പൂർവികര് പഠിപ്പിച്ചത് ഇതൊക്കെയാണ്. നിങ്ങൾക്ക് ഇതിനെ തള്ളാൻ കഴിയോ? ഹാഷിയത്തുൽ ജമൽ നിങ്ങൾ തള്ളോ? ഷറഹുൽ മുഹദ്ദബ് നിങ്ങൾ തള്ളോ? ഞാൻ പറയുന്നത് ഇത്തരം സംഘടനകളിലൂടെ മാത്രമേ ഇത് വിതരണം ചെയ്യാൻ പറ്റുള്ളൂ എന്നല്ല. അതും അനുവദിക്കപ്പെട്ട ഒരു മാർഗമാണ്. നമുക്ക് സ്വയം കൊടുക്കാം, സ്വന്തമായി കൊടുക്കാം. ഇനി അതല്ല, ഇങ്ങനെ ഒരു സംവിധാനം, വിശ്വസ്തമായ സംവിധാനം ഉണ്ടെങ്കിൽ അതിന് കൊടുക്കുന്നതിന് എന്താ കുഴപ്പമുള്ളത്? നിങ്ങളുടെ കിതാബിലാണ് പറയുന്നത്. ഇനിയോ ആധുനികരുടെ ഫത്വ നിങ്ങൾക്ക് വേണോ? ആധുനികരായ എത്ര ഷാഫിഈ പണ്ഡിതന്മാർ ഫത്വ നൽകിയിട്ടുണ്ട്. ഇപ്പൊ ജോർദാനിലെ ഫത്വ ബോർഡ്, അവർ ഷാഫിഈ മദ്ഹബ് അനുസരിച്ചുകൊണ്ട് ഫത്വ നൽകുന്ന ആളുകളാണ്. അവരുടെ ഔദ്യോഗികമായ വെബ്സൈറ്റ് നിങ്ങൾ എടുത്ത് പരിശോധിച്ച് നോക്കൂ. ഞാൻ ആ ഫത്വ ഒന്ന് നിങ്ങളെ വായിച്ചു കേൾപ്പിക്കാം. ഇതാ, സംഘടിതമായി സക്കാത്ത് കൊടുക്കാം, ഇങ്ങനെയുള്ള സംഘടനകളെ ഏൽപ്പിക്കാം. ജോർദാനിലെ ഫത്വ ബോർഡാ പറയുന്നത്. കേട്ടോ, ശരിക്ക് കേട്ടോ. വലാ ഹറജ മിൻ തൗക്കീലിൽ ജംഇയ്യ, ഈ ജംഇയ്യകളെ, സംഘടനകളെ സക്കാത്ത് ഏൽപ്പിക്കുന്നത് കൊണ്ട് ഒരു കുഴപ്പമില്ല. ഫി ഖബലി സക്കാത്ത്, ഈ സംഘടനകൾക്ക്, സംവിധാനങ്ങൾക്ക് സക്കാത്ത് വാങ്ങാം. വസർഫിഹ അലാ മുസ്തഹിഖിഹ, എന്നിട്ട് അതിന്റെ അവകാശികളെ, യഥാർത്ഥ അവകാശികളെ കണ്ടെത്തി അവർക്കത് വിതരണം ചെയ്യാം. ആരാ പറയുന്നത്? ജോർദാനിലെ ഫത്വ ബോർഡാ. ഷാഫിഈ മദ്ഹബ് അനുസരിച്ചുകൊണ്ട് ഫത്വ കൊടുക്കുന്ന ഫത്വ ബോർഡാ പറയുന്നത്. എന്നിട്ട് അവർ പറയുന്നു വലാ യജൂസു ഇഅ്താഉ സകാത്തി ലിസ്വാലിഹിൽ ജംഇയ്യ, എന്നാൽ ആ സംഘടനയുടെ ആവശ്യത്തിന് വേണ്ടി ആ സക്കാത്ത് ഒരിക്കലും എന്ത് ചെയ്യാൻ പാടില്ല? വാങ്ങാനും പാടില്ല. സംഘടനയുടെ ആവശ്യത്തിന് വേണ്ടി അത് ഉപയോഗിക്കാനും പാടില്ല. ലി ഇൻഫാഖിഹ അലൽ മസാരിഫിൽ ഇദാരിയ, അതായത് സംഘടനയുടേതായ ആവശ്യങ്ങൾക്ക് സക്കാത്ത് ചിലവഴിക്കാൻ പാടില്ല. എന്നിട്ട് ഉദാഹരണം പറയാണ്, മിസ്ലു റവാത്തിബി വൽ അബ്നിയതി വനഹ്വിഹ, സംഘടനയുടെ ശമ്പളം, ആളുകൾക്ക് ശമ്പളം കൊടുക്കാൻ, അതേപോലെ അവരുടെ ബിൽഡിംഗ് ഉണ്ടാക്കാൻ, അവരുടേതായ ആവശ്യങ്ങൾക്ക് അതിനുപയോഗിക്കാൻ പാടില്ല. മറിച്ച് അർഹരായ ആളുകളെ കണ്ടെത്തി വിതരണം ചെയ്യുന്നുവെങ്കിൽ അത്തരം സംഘടനകൾക്ക്, സംവിധാനങ്ങൾക്ക് നമ്മുടെ സക്കാത്ത് നമ്മൾ ഏൽപ്പിക്കുകയാണെങ്കിൽ അതിന് യാതൊരു കുഴപ്പവുമില്ല. വലാ ഹറജ, ഒരു കുഴപ്പവുമില്ല എന്നാണ് അവർ പറഞ്ഞിട്ടുള്ളത്. ഇത് അവർ വെറുതെ പറഞ്ഞതല്ല. ഞാൻ മുമ്പ് വായിച്ച ഷാഫിഈ കിതാബുകളുടെ അടിസ്ഥാനത്തിലാണ് അവർ പറഞ്ഞിട്ടുള്ളത്. എന്നിട്ടാണ് കാന്തവർ ഇവിടെ തട്ടിവിട്ടിട്ടുള്ളത്. എന്ത്? അത് പാടില്ല, ഇത് ഇസ്ലാമികമല്ല, എങ്ങനെയാണ് പണ്ഡിതന്മാര് പറഞ്ഞിട്ടുണ്ട്, പൂർവികരായ മുസ്ലിം പണ്ഡിതന്മാര് ഞങ്ങൾക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞാൽ ഇതൊക്കെ കേൾക്കുമ്പോൾ ജനങ്ങൾ വിചാരിക്കും, ഇതൊക്കെ മുമ്പ് പണ്ഡിതന്മാര് പറഞ്ഞ അനുസരിച്ചാണ് ഇവർ ജനങ്ങളോട് പറയുന്നത്. നിങ്ങൾ ചെയ്യുന്ന ദീനിന് എന്ത് പണ്ഡിതന്മാരുടെ തെളിവാ, പിൻബലമാണുള്ളത്? എന്ത് പ്രമാണങ്ങളുടെ പിൻബലമാണുള്ളത്? അപ്പൊ ഇതാണ് ഇതിന്റെ യാഥാർത്ഥ്യം എന്ന് ജനങ്ങൾ മനസ്സിലാക്കുക. ഞാൻ ഈ പറഞ്ഞതിന്റെ ചുരുക്കം ഇങ്ങനെ തന്നെ വിതരണം ചെയ്യണമെന്നല്ല, 2-3 രൂപത്തിൽ കൊടുക്കാം. നമുക്ക് നേരിട്ട് കൊടുക്കാം. ഇനി അതല്ലെങ്കിൽ ഇത്തരം സംവിധാനങ്ങൾ നമുക്ക് ഏൽപ്പിക്കാം. ഇസ്ലാമിക ഭരണം നിലനിൽക്കുന്നിടത്താണെങ്കിൽ അവിടുത്തെ സംവിധാനം, അവിടെ ആ ഭരണ സംവിധാനം പറയുന്ന രീതിയിൽ നമുക്കത് വിതരണം ചെയ്യാം. ഇങ്ങനെയൊക്കെയാണ് സക്കാത്ത് വിതരണം ചെയ്യേണ്ടത്. അതുകൊണ്ട് അത് അനിസ്ലാമികമാണ് എന്ന് പറയാൻ യാതൊരു വകുപ്പുമില്ല എന്നാണ് ഈ പറഞ്ഞതിൻ്റെ ചുരുക്കം. അതുകൊണ്ട് ഇത്തരം ആളുകളുടെയൊക്കെ പ്രസ്താവനകളിൽ വഞ്ചിതരായി പോകേണ്ടതില്ല എന്നുകൂടെ മനസ്സിലാക്കാൻ വേണ്ടിയാണ് ഇത് വിശദീകരിച്ചത്. സത്യം മനസ്സിലാക്കാൻ അല്ലാഹു എല്ലാവർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ.